വെൽക്കം ബാക്ക് ടു ജിനോടെ ക്ലോക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓപ്പോയുടെ ലേറ്റസ്റ്റ് ഫോണായിട്ടുള്ള ഓപ്പോ F33 Pro ആണ്. സോ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഡെയിലി കാണാറുണ്ട്, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കത് വളരെ വലിയൊരു സപ്പോർട്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മുടെ ഫോൺ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പോയുടെ F സീരീസിന് വരാറുള്ള ആ ഒരു നോർമൽ ഫോണിൻ്റെ ബോക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് തുടക്കത്തിലൊരു കേസ് കിട്ടും, ചെറിയൊരു ബോക്സിൽ. അതിനുശേഷം നമ്മുടെ ഡിവൈസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇത്തവണ ഡിസൈനിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഡിവൈസ്. അതുപോലെ തന്നെ നമുക്ക് ഡിവൈസിൻ്റെ കൂടുതൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് കൂടുതൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ചാർജറും അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിളും പിന്നെ ഒരു സിം ഇജക്റ്റിംഗ് പിന്നും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ്. ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആയിട്ടുള്ള 8GB 128 പ്രൈസ് ഇപ്പോൾ വന്നിരിക്കുന്നത് 37,999 രൂപയാണ്. ഇതിൻ്റെ 8GB 256 വന്നിരിക്കുന്ന പ്രൈസ് ഏകദേശം 40,999 രൂപയാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു F33 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലുണ്ട്. ആ മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 35,000 മുതൽ 38,000 വരെയാണ് അതിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. സോ ഇങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിനെ അനുസരിച്ച് ഈ ഒരു ഫോൺ ഒരു നല്ല വാല്യൂ ഫോർ മണി ഫോണാണോ എന്നുള്ള കാര്യം. നമുക്കറിയാം, സാധാരണ ഓപ്പോൻ്റെ ഫോണുകൾ ഈ കൂടുതലും ഡ്യൂറബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫോണുകളാണ്. അതായത് IP റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നല്ല IP റേറ്റിംഗ് ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുക, ഫോൺ എറിഞ്ഞാലും കുഴപ്പമില്ലാത്ത പ്രൊട്ടക്ഷൻസ് ഉണ്ടായിരിക്കും. ഫോൺ ഫ്രിഡ്ജിൽ വെക്കാം, ഫോൺ വാഷിംഗ് മെഷീനിൽ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള ആഡുകൾ. അതുപോലത്തെ ഒരു പരിപാടി ഈ ഫോണിൽ ഇപ്പോഴും വന്നിട്ടുണ്ട്. അതിൽ യാതൊരു പ്രശ്നമില്ല. IP69K റേറ്റിംഗ് വരുന്നുണ്ട്, പിന്നെ 360 ഡിഗ്രി ആർമർ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ഫോണ് കഴിഞ്ഞ F സീരീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിപ്സെറ്റ് വൈസ്, അതായത് പ്രോസസർ വൈസ് ഒരു ഡൗൺ ഗ്രേഡ് ആണ്. ആ ഒരു സംഭവം ഉണ്ട്. എന്നാൽ ഇതിൽ ബാക്കി കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതൊരു വാല്യൂ ഫോർ മണി ഫോണാണോ, നിങ്ങൾക്ക് ഇത് എടുക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ മതിയോ, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് നോക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു ഡിസിഷനിലേക്ക് എത്താം. ഇനി ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു ഫോൺ നമുക്ക് 3 കളേഴ്സിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കളർ നമ്മുടെ കയ്യിലുള്ളത് മിസ്റ്റി ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കളറാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു കാടും പടലൊക്കെ കാണാൻ പറ്റും. കാടിൻ്റെ ട്രീസിൻ്റെ ഒക്കെ ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് സീനറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഒരു കളറാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു റെഡ് ബ്ലൂ ഷെയ്ഡൊക്കെ നമുക്ക് വേറെ ഉണ്ട്, അതും കാണാൻ നല്ല ഭംഗിയാണ്. ഈ കളറുകളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എടുക്കാം. പിന്നെ റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് എന്തായാലും വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു ഗ്ലാസ് ക്യാമറ മൊഡ്യൂൾ പോലത്തെ ഒരു സംഭവം തോന്നുന്നുണ്ട്. അത് ഗ്ലാസ് ആണോ അതോ പ്ലാസ്റ്റിക് ഫിനിഷ് ആണോ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ക്യാമറ ഡിസൈൻ വന്നിട്ടുണ്ടല്ലോ, ഇതാണ് വന്നിരിക്കുന്നത്. മൊത്തത്തിലൊരു സിൽവർ ഫിനിഷിംഗ് ആണ് ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത്. സോ 8.3 mm ആണ് തിക്നെസ് വരുന്നുള്ളൂ, 196 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. സോ അതൊക്കെ നോർമലാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഹാൻഡ് ഫീലൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റിംഗ് ആണ്. 360 ഡിഗ്രി ആർമർ പ്രൊട്ടക്ഷൻ ഉണ്ട്. സാധാരണ വിവോയുടെ F സീരീസിൽ വരുന്ന പരിപാടി തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണ് എങ്ങനെയൊക്കെ നിങ്ങൾ തലകുത്തി റഫ് യൂസ് ചെയ്താലും ഇതിന് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. മാത്രമല്ല IP69K വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും ഇതിൽ വരുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 85 ഡിഗ്രിക്ക് താഴെയുള്ള അല്ലെങ്കിൽ 85 ഡിഗ്രി വരെയുള്ള ഒരു സ്റ്റീം ഈ ഫോണിൻ്റെ മുകളിലേക്ക് നേരിട്ട് അടുപ്പിച്ചാൽ പോലും ഈ ഒരു ഫോണിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം മനസ്സിലായ. അതുപോലെ തന്നെ 36 ഡിഫറെൻറ്റ് ടൈപ്സ് ലിക്വിഡ്സിൽ ഈ ഫോൺ ഇട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണത്. സോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഈ ഫോണിൻ്റെ പേരും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാർ, പല നോർത്ത് ഇന്ത്യൻസ്, മലയാളീസ്, പല ലാംഗ്വേജിലുള്ള ആൾക്കാർ ഈ ഫോണിനെ പല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നതിൻ്റെ വിഷ്വൽസും കാണാൻ പറ്റും. ചില ആൾക്കാരൊക്കെ ചായ ഉണ്ടാക്കണമെങ്കിലേക്കാണ് കൊണ്ടുപോയി തട്ടണത്. സോ അങ്ങനെയുള്ള കുറേ ടോർച്ചറിങ് ഈ ഫോണെ വെച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫോണിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ നിങ്ങൾ മഴയത്തോ അല്ലെങ്കിൽ മഴ കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പുഴയിലേക്ക് ഒന്ന് നീന്താൻ ഇറങ്ങുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് വെള്ളം നനഞ്ഞാൽ പോലും യാതൊരു പ്രശ്നം ഇതിനുണ്ടാവില്ല. പിന്നെ 1000 തവണ ഇത് വെള്ളത്തിൽ വീണാലും കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു റേറ്റിംഗ് ഇവർ പറയുന്നുണ്ട്. പിന്നെ 8,000 മുതൽ 10,000 വരെ പ്രഷർ, കിലോ പാസ്കൽ പ്രഷറിൽ നിങ്ങൾ വാട്ടർ ജെറ്റ് ഇതിൽ മുകളിൽ അടുപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം മലയാളി ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമ്മൾ ഇത് കണ്ട ഈ മറ്റേ കാറ് വാഷ് ചെയ്യുന്ന സംഭവമൊക്കെ വെച്ച് ഇതിൽ അടുപ്പിക്കുന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു വീഡിയോ. അപ്പം അങ്ങനെ ഭയങ്കര ഉപദ്രവങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓപ്പോ F33 Pro എന്ന് പറയുന്നത് വേൾഡ് വൈഡിൽ. സോ അത്രയും ടെസ്റ്റുകൾ പാസ്സാവുമെന്നാണ് പറയണത്. സോ ഇതുപോലുള്ള കുറേ 12 മണിക്കൂർ അടുപ്പിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം, എന്നാലും വെള്ളം കയറില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ കുറേ ടെസ്റ്റുകൾ നടത്തിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു ഫോണാണ്. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ മെയിൻ പരിപാടി. ഈ ഒരു സംഭവമാണ് ഈ ഒരു ഫോണിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളൊരു ഫീച്ചർ. അപ്പോൾ നിങ്ങൾ കൂടുതൽ റെഫ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫോണാണ്. കുറേ നെഗറ്റീവ്സൊക്കെ ഉണ്ട്, ബട്ട്
ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയാറുണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഫോൺ താഴെ വീഴും, പൊട്ടും, നിങ്ങൾ ഫോൺ മാറ്റും. എന്നിട്ട് കാറ്റർപില്ലറിൻ്റെ ഒക്കെ ഫോൺ വാങ്ങിച്ച ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, കാറ്റിൻ്റെ ഫോണൊക്കെ വാങ്ങിച്ച ആൾക്കാർ. സോ അവർക്കൊക്കെ പറ്റിയുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. മനസ്സിലായോ? കുറച്ച് പ്രൈസ് ഉണ്ടെങ്കിലും നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറുവക ഡ്രോപ്പ് പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഇതിന്ന് കിട്ടും. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ പല അവിടെ ഇവിടെയൊക്കെ പോകുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് ഫോൺ താഴെ വീഴാൻ ചാൻസ് ഉള്ള ഒരു ജോബാണ് നിങ്ങളുടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇതാണ് ഡിസൈനെ പറ്റി പറയാനുള്ള ഒരു മെയിൻ ഭാഗം. ഇനി പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം മുന്നത്തെ ഓപ്പോ എഫ് സീരീസിലെ ഫോണിൽ വന്നിരുന്നത് ഡയമണ്ട്സിറ്റിയുടെ 7400 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. എന്നാൽ ഇതിൽ വന്നിട്ടുള്ളത് 6360 മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. പേര് കൊണ്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, സ്പെക്ക് കൊണ്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും, ബട്ട് അത് ആക്ച്വലി ഒരു ഡൗൺ ഗ്രേഡ് ആണ്. ഇത്തവണ വരുമ്പോൾ ഒന്നെങ്കിലും ഒരു ഡയമണ്ട്സിറ്റി 8000 സീരീസ് അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ഒരു 7S സീരീസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഇതൊരു വാല്യൂ ഫോർ മണി ഫോണാണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ പെർഫോമൻസിൻ്റെ സൈഡിൽ നിന്ന് ഇതൊരു ഡൗൺ ഗ്രേഡ് ആണ്. UFS 2.2 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, LPDDR4X RAM സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. സോ ഇതൊരു പെർഫോമൻസ് ഫോണല്ല. നിങ്ങളൊരു പ്രോപ്പർ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു ഗെയിമിങ്ങിനൊന്നും പറ്റിയ ഫോണല്ല. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഇതിൻ്റെ പെർഫോമൻസ് ഇഷ്യൂ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ല. നിങ്ങൾക്ക് നോർമൽ ടാസ്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. ബട്ട് നിങ്ങൾ ഒരു ലോങ് ടൈമിലേക്ക് ഉപയോഗിക്കണം. നിങ്ങൾ ഫോണ് ഭയങ്കര സൂക്ഷിച്ച് ഉപയോഗിച്ച് 4-5 വർഷത്തേക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി ആ ഒരു 4ാമത്തെ അല്ലെങ്കിൽ ഒരു 3 വർഷമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ചെറിയൊരു ഹാങ്ങും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അങ്ങനെ തോന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഫോൺ നമ്മൾ റിവ്യൂ ചെയ്തെടുത്തുള്ള നമ്മുടെ ജപ്പാൻ സ്ക്വയറിൽ നിന്നാണ്. സോ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുക, അല്ലെങ്കിൽ ഓപ്പോയുടെ തന്നെ മറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോൺ നെറ്റ്വർക്കിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫോണാണെന്നാണ് പറയുന്നത്. AI ബൂസ്റ്റ് 3.0 എന്ന് പറഞ്ഞ ടെക്നോളജി ഒക്കെ വെച്ച് നെറ്റ്വർക്ക് ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്ത് 5G++ റേഞ്ച് ഒക്കെ കിട്ടുന്നതാണ്. എസ്പെഷ്യലി ജിയോനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ ഇതിൻ്റെ ആഡുകളൊക്കെ ഇറക്കുന്നത്. സോ നെറ്റ്വർക്കിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫോണാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് 6.57 ഇഞ്ച് സൈസുള്ള ഒരു AMO LED ഡിസ്പ്ലേ തന്നെയാണ്. പല ബ്രാൻഡുകളും ഇപ്പോൾ IPS LCD ഡിസ്പ്ലേ ഒക്കെ വീണ്ടും തിരിച്ചുകൊണ്ടിട്ടുണ്ട്, പ്രൈസ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. പ്രൈസ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുക എല്ലാ മൊബൈലുകളും. പുതിയത് വരുന്ന എല്ലാ ഫോണുകളും നോക്കിയോ ഭയങ്കര പ്രൈസിലാണ് വരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ പഴയ സ്റ്റോക്കിലുള്ള ഫോണുകൾ ചെക്കൗട്ട് ചെയ്യായിരിക്കും ബെറ്റർ. കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ള ഫോണുകൾ ചെക്കൗട്ട് ചെയ്യണം ബെറ്റർ. എപ്പോഴും നമ്മുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് പുതിയ ഫോണൊന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാം പഴയ ഫോണുകളാണ്. പുതിയ ഫോണുകളിൽ ആകെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവോയുടെ V70 L8 എന്ന് പറഞ്ഞ ഫോണാണ്. പിന്നെയും കുറച്ച് വാല്യൂ ഫോർ മണി ഇതായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ വിവോയുടെ X300 FE വരുന്നുണ്ട്, അതിൻ്റെ പ്രൈസ് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരു 70 റേഞ്ച് വരികയാണെങ്കിൽ അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അതർവൈസ് എല്ലാ ഫോണും ഭയങ്കര എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോണൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എടുത്തേക്ക് കിട്ടാം, വേറെ വഴിയൊന്നുമില്ല, വേഗം തന്നെ എടുത്തേക്ക്. കാരണം ഈ സ്റ്റോക്കിലുള്ള ഫോണിൽ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ പുതിയ ഫോൺ തന്നെ എടുക്കേണ്ടി വരും, അപ്പോൾ അത് നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരും. സോ ഇതിലെന്തായാലും AMO LED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നത്, 10-bit ഡിസ്പ്ലേ ആണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 1400 വരുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെയുള്ള വലിയ കുഴപ്പമില്ലാത്ത 397 PPI ഒക്കെ ഉള്ള വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഡിസ്പ്ലേ സൈഡിൽ നിന്നൊക്കെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അടുത്ത നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. ക്യാമറയെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൽഫി ക്യാമറയെ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സെൽഫി ക്യാമറ നമുക്ക് വന്നിട്ടുള്ളത് 50 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. മിക്കതും ഈ ഓഫ്ലൈൻ സ്റ്റോറുകളിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫോൺ എടുക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യുക അവർ സെൽഫി ക്യാമറ തുറന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഡിസപ്പോയിൻറ്റഡ് ആവാതിരിക്കാനാണ് ഫ്രണ്ടിൽ 50 മെഗാപിക്സൽ ക്യാമറ കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും, നല്ല വൈഡാണ്, നിങ്ങൾക്ക് അടിപൊളി ഗ്രൂപ്പ് സെൽഫീസ് എടുക്കാം, ഞാൻ ഗ്യാരണ്ടി. ഞാൻ എടുത്തപ്പോഴും നല്ല റിസൾട്ടുകൾ എനിക്ക് കിട്ടി. ഞാൻ ഈ ഫോണിലെ ഫോട്ടോ സാമ്പിൾസ് എടുത്തതൊക്കെ ഒരു 5 മണി 6 മണി സമയത്തിൻ്റെ ഇടയിലാണ്. സോ അതിൻ്റേതായിട്ടുള്ളൊരു ലൈറ്റ് പ്രശ്നം നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഡേ ടൈമിലൊന്നും ഒരു പ്രശ്നമില്ല, സെൽഫി ആണെങ്കിലും റിയർ സൈഡിലെ ഫോട്ടോസൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. റിയർ സൈഡിലെ ക്യാമറയെ പറ്റി കുറച്ചും പറയാനുണ്ട്. ഫ്രണ്ട് സൈഡിലെ ക്യാമറ അടിപൊളിയാണ്. വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് HD ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോയും നമുക്ക് ഫ്രണ്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഫ്രണ്ട് ക്യാമറ വലിയ കുഴപ്പം തോന്നിയില്ല, 50 മെഗാപിക്സലിൻ്റെ ആണ്. റിയർ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ ക്യാമറ റിയർ സൈഡിൽ വരുന്നുള്ളൂ, അത് 50 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ്. ഈ താഴെ കാണുന്നത് ക്യാമറ അല്ല, ഈ താഴെ കാണുന്നത് ഒരു ഡെപ്ത് സെൻസറാണ്, പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ളത് 2 മെഗാപിക്സലിൻ്റെ. അത് ക്യാമറ ആയിട്ട് കൂട്ടാൻ പറ്റില്ല, മാക്രോ ലെൻസും കാര്യങ്ങളൊന്നുമല്ല, അതൊരു പോർട്രേറ്റ് സെൻസറാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ ഒറ്റ ക്യാമറ 50 മെഗാപിക്സലിൻ്റെ ഒറ്റ ക്യാമറ. ആ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊരു അൾട്രാ വൈഡ് ഒക്കെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അകലെ പോയി നിൽക്കേണ്ടി വരും. അൾട്രാ വൈഡ് ലെൻസ് ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് അകലെ പോയി നിന്ന് കഴിഞ്ഞാൽ ഗ്രൂപ്പ് സെൽഫി എടുക്കാമായിരുന്നു, ഗ്രൂപ്പ് സെൽഫി അല്ല ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അൾട്രാ വൈഡ് ക്യാമറ കൊണ്ട് ഇതിലൂടെ കൊടുക്കാമായിരുന്നു. കാരണം 40,000 റേഞ്ചിന് ഓപ്പോൻ്റെ തന്നെ ചില ഫോണുകളിൽ ഇതിനേക്കാൾ ബെറ്റർ ക്യാമറ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകളിൽ ഒരുപാട് നല്ല നല്ല ക്യാമറ സിസ്റ്റങ്ങൾ വരുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഈ ക്യാമറ കുറച്ച് പോറാണ്, എന്നാലും കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫോട്ടോഗ്രാഫി മാനിയാക്കല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബട്ട് ക്യാമറ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ സജഷൻ. പിന്നെ വീഡിയോയിൽ നമുക്ക് HD 60 fps വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത വീഡിയോ ആണ്.
സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ക്രോപ്പ് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് പറയുന്നത്. വീഡിയോ ഫോട്ടോ ക്വാളിറ്റിയും ഡീസൻ്റ് ആണ്, ബട്ട് പോരാ. ഡയമണ്ട്സിറ്റിയുടെ 6000 സീരീസ് ചിപ്സെറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇതിൽ HD 60 FPS വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിയർ സൈഡിലെ വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ജനറലി ഓപ്പോൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. സാധാരണ കുറച്ച് ലോ ലെവൽ പ്രോസർ ആണെങ്കിൽ പോലും അവർ നല്ല ഒപ്റ്റിമൈസ് ചെയ്തിട്ട് എപ്പോഴും 60 FPS അല്ലെങ്കിൽ അങ്ങനെ സ്മൂത്ത്നെസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. സോ അതുപോലെ തന്നെയാണ് ഇത്തവണ എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു വീഡിയോ റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ ഇതാണ് HD 60 FPS വീഡിയോ ക്വാളിറ്റി റിയർ സൈഡിൽ. ഇനി നമ്മുടെ നോർമൽ HD 60 FPS മോഡിൽ കുറച്ച് സ്റ്റെബിലൈസേഷൻ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്റ്റഡി മോഡ് ഇടാൻ പറ്റും. അങ്ങനെ സ്റ്റഡി മോഡ് ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും വെച്ചാൽ HD 30 FPS ഷൂട്ടിംഗ് മാറും. ആ 60 FPS 30 FPS മാറും. മാത്രമല്ല വീഡിയോ കുറച്ചുകൂടി ക്രോപ്പ് ആയ പോലെ തോന്നില്ലേ, എൻ്റെ മുഖം കുറച്ചുകൂടി ക്ലോസ് ആയ പോലെ തോന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ആക്ച്വലി ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്. പുറകിൽ നിന്ന് നല്ല ലൈറ്റൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡൈനാമിക് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമ്മുടെ ഓപ്പോ F33 പ്രോൻ്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. HD 30 FPS എടുക്കാൻ പറ്റുള്ളൂ. HD 60 FPS സപ്പോർട്ട് ഇല്ല. കുറച്ചുകൂടി കളർ ബൂസ്റ്റിംഗ് പോലെയൊക്കെ നമുക്ക് ചില നേരത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനി ആദ്യം പറഞ്ഞ ആ ഒരു പ്രൊട്ടക്ഷൻ പോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു സ്ട്രോങ്ങർ പാർട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി. 6830, അതിനെ റൗണ്ട് ചെയ്തിട്ട് 7000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. വിത്ത് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആ ചാർജർ ബോക്സിലുണ്ട്. സോ ബാറ്ററി സൈഡിൽ നിന്ന് അടിപൊളിയാണ്. ഈ ഒരു പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ട്യൂണിംഗ് ആകുമ്പോൾ ബാറ്ററി ബാക്കപ്പ് ഒക്കെ നല്ല ഡീസൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. NFC സപ്പോർട്ട് വരുന്നില്ല. eSIM സപ്പോർട്ട് വരുന്നില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ വരുന്ന ഫോണുകളിലൊക്കെ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. കളർ വോയിസ് ആണ് വരുന്നത്. അത്യാവശ്യം AI പരിപാടികളൊക്കെ വരുന്നുണ്ട്. കുറേ ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള AI പരിപാടികളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓഫീസ് യൂസിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ കുറച്ച് AI പരിപാടികളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചുകൂടി നമുക്കറിയാവുന്ന പോലെ തന്നെ മറ്റ് ഫോണുകളെ പോലെ തന്നെ വളരെ സ്മൂത്താണ്. സോ ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലോ. ഈ ഫോണിന് നല്ല സ്ട്രോങ്ങർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഈ ഫോണ് നല്ല റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സോ അത് നിങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാറ്ററി സൈഡും അടിപൊളിയാണ്. അതൊഴികെ ക്യാമറ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരായിരുന്നു, പെർഫോമൻസ് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരായിരുന്നു. എന്നാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വലിയ എന്താ പറയുക ടെക് എന്തൂസിയാസ്റ്റ് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും വലിയതായിട്ട് ഫീൽ ചെയ്യില്ല. നിങ്ങളൊരു നോർമൽ പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫീലൊക്കെ കിട്ടും. പക്ഷേ ഞാൻ നേരത്തെ ഓരോ സെക്ഷനിലും പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് ഡിസിഷൻസ് എടുക്കുക. ഇനി ഏകദേശം 40,000 രൂപ വരുന്ന ചില ഫോണുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം, പറഞ്ഞുതരാം. ബട്ട് നിങ്ങൾ അതിന് മുന്നേ ഈ ഒരു ഓപ്പോ ബ്രാൻഡ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്തായാലും F സീരീസിന് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് ഈ ഫോൺ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ആ ഒരു ഫോൺ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് കമ്പാരിസൺ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ചില മോഡൽസ് ഞാൻ പറയുന്നുള്ളൂ. ആ ഫോൺ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, വേറെയും കുറച്ച് മോഡൽസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. നമ്മളൊരു ഫോണും മോശമാണെന്ന് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. കാരണം അതിൻ്റെ പ്രൈസിംഗ് ഒക്കെ വരുന്നത് ആ ഒരു ലെവലിലാണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ പ്രൈസിങ്ങിനെ പിടിച്ചെടുത്തുന്നത് നമ്മളൊന്നുമല്ല. ഇത് പല ലോകത്തുണ്ടാവണ പല ചിപ്പ് ഷോർട്ടേജ്, പല എന്താ പറയുക, ഇപ്പോൾ കാറുകളുടെ പാർട്സും അതുപോലെ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ള കാറുകളൊക്കെ ഡെലിവർ ആവാൻ വളരെ സമയം എടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി വേൾഡ് വാർ, ഇപ്പോൾ വേൾഡിൽ നടക്കുന്ന അമേരിക്കയും മറ്റേ ഇറാനൊക്കെ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്ന് എടുക്കുന്ന കെമിക്കൽസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മെറ്റീരിയൽസൊക്കെ അതിൻ്റെയൊക്കെ അവൈലബിലിറ്റി പോയി എന്നാണ് പറഞ്ഞത്. കുറേ പാർട്സുകൾ ഷോർട്ടായി. കുറേ സ്ഥലത്ത് ഈ പറഞ്ഞ മാതിരി ഫ്യൂവൽസ് ആവശ്യമുള്ള ഇൻഡസ്ട്രീസൊക്കെ ഉണ്ട്, അവിടെ കുറേ ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് ഇതിനെപ്പറ്റി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രൈസ് ഹൈക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് എപ്പോഴും കൂടിയതുകൊണ്ടൊരു ഫോണിന് മോശമെന്ന് പറയാൻ പറ്റില്ല, പല സിറ്റുവേഷനായിരിക്കാം. എന്തായാലും വേറെയും കുറേ മോഡൽസ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയത് നന്നായിരിക്കും. നമ്മുടെ സാംസങ്ങിൻ്റെ S24 FE ഒരു 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിയൽമിയുടെ GT7 അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫോണാണ്. വിവോയുടെ T4 Ultra അതും വലിയ കുഴപ്പമില്ലാത്ത ഫോണാണ്. പോക്കോൻ്റെ F7 ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മോട്ടറോളയുടെ Edge 70 Pro അത് നല്ലൊരു ഫോണായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിവോയുടെ V60 കുറച്ചുകൂടി ബെറ്റർ ആണ് ഇതിനേക്കാൾ. സോ ഷവോമിയുടെ Note 15 സീരീസ് ചെക്കൗട്ട് ചെയ്യാം. ഇതുപോലുള്ള ഫോണുകളൊക്കെ നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം നമ്മുടെ ഫോൺ എടുക്കുന്നതിനേക്കാൾ മുന്നേ. അതർവൈസ് ഫോൺ ഞാൻ പറഞ്ഞല്ലോ, ഫോണിന് കുറച്ച് സ്ട്രോങ്ങർ പോയിന്റ്സ് ഉണ്ട്, സെയിം ടൈം കുറച്ച് വീക്കർ പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ. നിങ്ങൾ നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഫോൺ തന്നെയാണെന്നൊന്നും പറയാനില്ല.
അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റി കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുതന്നെ മറ്റ് ഫോണുകളെ പറ്റിയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് വഴി ചോദിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ജിനോടെക് വ്ളോഗ്സ് എന്നാണ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാ മെസ്സേജുകളും ഡെയിലി നോക്കാറുള്ളതാണ്. ചിലപ്പോൾ 1, 2, 3, 4 ദിവസങ്ങൾ വൈകിയാലും ഞാൻ എന്തായാലും മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ എല്ലാ മെസ്സേജും ചെക്കൗട്ട് ചെയ്യാറുണ്ട്. ചില മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാം തന്നെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ബ്ലോക്ക് ചെയ്ത മെസ്സേജുകളാണെങ്കിൽ എനിക്ക് പിന്നെ റിപ്ലൈ തരാൻ സാധിക്കില്ല. അതർവൈസ് എനിക്ക് എല്ലാ ഇതിനും റിപ്ലൈ തരാനായിട്ട് സാധിക്കും, ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമായിരിക്കും. ബൈ. ജിനോ ടെക് വ്ളോഗ്സ്.